ഹായ് മക്കളെ, നമ്മുടെ ഓൺ എക്സാമിങ് അടുക്കാറായിട്ടുണ്ടല്ലേ. അപ്പോൾ ഓൺ എക്സാമിലേക്ക് എങ്ങനെ പഠിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞു തരാനാണ് പോകുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചാൽ പോരാ അല്ലേ. ഇതുവരെ നമ്മൾ ക്ലാസ്സിലെ ടെസ്റ്റ് പേപ്പേഴ്സൊക്കെ കഴിഞ്ഞു, മാർക്ക് വളരെ കുറവാണ്. അപ്പോൾ വെറുതെ അവിടെ ഇവിടെയൊക്കെ വായിച്ചാൽ എങ്ങനെയെങ്കിലും പഠിച്ചാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ അതിന് തികച്ചും നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡിലൂടെ തന്നെ പഠിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന 4 രീതിയിൽ 4 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ എക്സാമിനും പിന്നീട് അങ്ങോട്ട് വരുന്ന എക്സാമുകൾക്കെല്ലാം തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് അതിനായിട്ട് ഞാൻ നിങ്ങളെ ഫെയ്ൻമാൻ ടെക്നിക്കാണ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഫെയ്ൻമാൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ വളരെ സയൻറ്റിഫിക് ആയിട്ട് പ്രൂവൺ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് പ്രകാരം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം സ്റ്റഡി ദ ടോപ്പിക്. സ്കൂളിൽ നമ്മൾ ക്ലാസ് കേൾക്കുന്നു, അല്ലെങ്കിൽ ഇതേപോലെ നമ്മുടെ ഓൺലൈൻ ലെക്ചേഴ്സ് നിങ്ങൾ കേൾക്കുന്നു, അല്ലെങ്കിൽ ബുക്ക് വായിക്കുന്നു. എങ്ങനെയാണെങ്കിലും എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ, ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് പറ്റുമോ, അത് നിങ്ങൾ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ അതൊക്കെ ഒന്ന് വായിച്ചെടുക്കുക അല്ലെങ്കിൽ കേട്ടെടുക്കുക. എങ്ങനെയാണോ അങ്ങനെ ആ ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, അത് നിങ്ങൾ ഒരു കുഞ്ഞു കുട്ടിയെ പഠിപ്പിക്കുന്നത് പോലെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളുടെ മുന്നിൽ നമ്മൾ ആ ഭാഗങ്ങളെല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരു കുഞ്ഞു കൊച്ച്, അതായത് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കുട്ടി നിങ്ങളുടെ മുന്നിലുണ്ടെന്ന് വിചാരിക്കാം. ആ കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങളതെങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സ്കൂളിൽ സെമിനാറൊക്കെ വയ്ക്കാറുള്ളത്. അപ്പോൾ ആ കുട്ടിയെ നിങ്ങൾ പഠിപ്പിച്ച് കൊടുക്കുന്ന രീതിയിൽ അവിടെ ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിച്ച് ആ കുട്ടിക്ക് നിങ്ങളത് പഠിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കറിയാമെങ്കിലാണ് നമുക്കത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും പോലെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ വായിച്ചാൽ നമ്മുടെ മനസ്സിലുണ്ട്. ഇല്ലെങ്കിലോ നമ്മൾ ശരിക്കും വായിച്ചിട്ടില്ല, നമ്മളതൊന്നുകൂടി വായിക്കണം, അല്ലെങ്കിൽ ഒന്നുകൂടി ക്ലാസ് നമ്മൾ കേൾക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ അത് പ്രീലേൺ ആണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം റിഫ്ലക്റ്റ് ചെയ്യാമെന്ന് പറയും. അതായത് നമ്മൾ ആദ്യം വായിച്ചു, ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും പോലെ എക്സ്പ്ലെയിൻ ചെയ്തു. അതിനുശേഷം നമ്മൾ തന്നെ പറഞ്ഞതൊന്ന് മനസ്സിലാക്കാം. നമ്മളോട് മാത്രം സംസാരിക്കുന്ന രീതിയിൽ ഈ ടോപ്പിക്ക് എങ്ങനെ നമുക്ക് പറഞ്ഞു തരും എന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ വായിച്ചതാണ്, ആ വായിച്ചതൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിലാണ് നമുക്ക് ഈച്ച് ആൻഡ് എവറി പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ആ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ തപ്പുന്നുണ്ടാകും, നമുക്ക് കിട്ടുന്നുണ്ടാവില്ല, ഏതെങ്കിലും ഭാഗത്ത് നമ്മൾ സ്റ്റോപ്പായിട്ട് പോകും. അപ്പോഴൊക്കെ എന്ത് നമുക്ക് മനസ്സിലാക്കും, നമ്മൾ ഈ പഠിച്ചതിലുള്ള ഷോർട്ട് കമ്മിങ്സ്, അതായത് അവിടെയുള്ള കുറവുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ല, തനിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു പേപ്പറിൽ നിങ്ങളുടെ നോട്ടിൻ്റെ സൈഡിൽ നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കിട്ടാത്ത ഭാഗങ്ങൾ മാത്രം നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് ഒന്നുകൂടി വായിക്കാം. അപ്പോൾ പിന്നീട് നമ്മൾ ഒന്നുകൂടി ഇത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, എല്ലാ ഭാഗവും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു. അവസാനമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പഠിച്ച മുഴുവൻ കാര്യങ്ങളും ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്, ഇപ്പോൾ ബിസിനസ് സ്റ്റഡീസിലാണെങ്കിൽ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. എന്താണ് മാനേജ്മെൻറ്റ് എന്നും മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഓരോ പോയിന്റ് വിത്ത് എക്സ്പ്ലനേഷൻ ഒക്കെ പഠിക്കുന്നുണ്ട്. ഇത് ഏറ്റവും സിമ്പിളായ രീതിയിൽ എങ്ങനെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അതിലേത് മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം ഗോൾ അച്ചീവ് ചെയ്യലാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ ടെക്സ്റ്റിലെ ഫുൾ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അറിയാം, പക്ഷേ അതിനേക്കാട്ടിലും ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ നിങ്ങൾക്ക് അത് പറയാൻ വേണ്ടി സാധിക്കും. അതായത് പഠിച്ച കാര്യങ്ങളെല്ലാം സിംപ്ലിഫൈ ചെയ്യുക. 1-2 സെൻറ്റൻസിൽ ഓരോ ടോപ്പിക്കും ഒതുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക, ഓരോ സബ്ജക്ട്സിലും റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ്, ഇതെല്ലാം നമ്മുടെ മെമ്മറിയിൽ അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ ഓരോ സബ്ജക്റ്റും നമ്മൾ പഠിക്കേണ്ടത് ഓരോ രീതിക്കാണ്. തിയറി സബ്ജക്ട്സ് ഇതേപോലെ പഠിക്കാം, അക്കൗണ്ടൻസി പോലുള്ള പ്രോബ്ലം സബ്ജക്ട്സ് പഠിക്കുമ്പോൾ വ്യത്യാസമുണ്ട്. അപ്പോൾ അക്കൗണ്ടൻസി എങ്ങനെ പഠിക്കണം എന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ 4 ടെക്നിക്ക് നിങ്ങളെ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.